തുറക്കാം. 11 മണിയാകും ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ ഓർമ്മയുണ്ടല്ലോ, നബിതങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് നാളെ ഖബറിലേക്ക് മരിച്ചാലും സന്തോഷിക്കാനുള്ള വകകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മരിച്ചിട്ട് നിരാശരാവരുത്. ഗൾഫിൽ പോവാ, ഒന്നും ഒരുങ്ങിയിട്ടില്ല, പ്രത്യേകിച്ചിട്ട് ജോലിയൊന്നും ഇവിടെ പഠിച്ചിട്ടില്ല, വിസയും വാങ്ങിപ്പോയി അവിടെ റൂമിൽ കിടന്നു 1 മാസമാകുമ്പോ തിരിച്ചു വന്ന് എന്തെങ്കിലും നേടിയോ? ഇല്ല. എന്റെ പ്രിപ്പറേഷൻ ഇല്ല. ആ ഒരു പ്രിപ്പറേഷൻ ഖബറിലേക്കും ഇല്ലാതിരിക്കാൻ പാടില്ല. അതിനുള്ളൊരു പ്രിപ്പറേഷനാണ്, അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇൽമ്. ആളുകൾക്ക് വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, വായയിലൂടെ, എഴുത്തിലൂടെയൊക്കെ പ്രചരിപ്പിക്കുക നന്മകളുടെ പ്രചാരകരായി നിങ്ങൾ മാറുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വാട്സപ്പിന്റെ ഉപകാരം? വാട്സപ്പിന്റെ ഉപകാരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വഅദ് നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു 10 ഗ്രൂപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്തു, അതിൽ 1000കണക്കിന് മെമ്പറുകളാണ്. അതിലൊരു 500 ആള് വേണ്ട, പോട്ടെ, ഒരു 100 ആളുകൾ ഈ വഅദ് കേട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ ആ 10 ആളുകൾ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ നിന്റെ ഏടിലാണ്. നീ എന്താ ചെയ്തത്? നിനക്ക് വന്ന ഒരു നല്ല മെസ്സേജ് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് നീ കൈമാറി. ഇതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഒരു ഇല്ലാത്ത സരിതയുടെയോ മറ്റുള്ളവരുടെയോ വേണ്ടാത്ത വീഡിയോകളോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ഫേക്ക് ന്യൂസുകളോ കള്ളപ്രചരണങ്ങളോ ഗീബത്തോ നമീമത്തോ നമ്മുടെ ഇൻബോക്സിലേക്ക് വരുമ്പോ നമ്മൾ അതും മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ ആരൊക്കെയാണോ ഇത് കേൾക്കുന്നത്, ആരൊക്കെയാണോ ഇത് കാണുന്നത്, ഇത് എത്ര കാലമാണ് നിലനിൽക്കുന്നത്, അത്രയും കാലം അതിന്റെ തിന്മകളുടെ കൂമ്പാരം നിന്റെ ഏടുകളിലേക്ക് വരാൻ. നീ മരിച്ചുപോയി, മരിച്ചാലും നിന്റെ ഖബറിലേക്ക് വരും നീ ഈ ഫോർവേഡ് ചെയ്ത തിന്മകൾ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബെക്സിലേക്കോ നമ്മുടെ ഗ്രൂപ്പിലേക്കോ വന്ന തിന്മകളുടെ പ്രചാരകരായി നമ്മൾ മാറരുത്. നന്മകൾ, നല്ല നല്ല ഹദീസുകൾ, നല്ല നല്ല പരിശുദ്ധമായ ഖുർആനുകൾ, ഹദീസുകൾ, ചരിത്രങ്ങൾ, വാദുകളൊക്കെ നല്ല ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങൾ അറിയാതെ നാളെ മഹ്ശറിലെത്തുമ്പോ യാ അല്ലാഹ്, ഇത്രയൊന്നും നന്മ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ജീവിതകാലം വാട്സപ്പിൽ കളിച്ച ആളാണ്, പക്ഷെ നീ ചെയ്തതെന്താ? ഈ വാട്സപ്പ് കൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതാ. മീസാൻ തൂങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് മരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്വാലിഹായ മക്കൾ. സ്വാലിഹായ മക്കൾ വേറൊരു ഹദീസിൽ കാണാം, ഔ തറക ബലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി. നമ്മൾ മരിച്ചാലും നമ്മളുടെ ഖബറിലേക്ക് കടന്നു വന്ന് ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കൾ. നേരത്തെ പറഞ്ഞ സംഭവം ഓർമ്മയുണ്ടല്ലോ. ഉപ്പ മരിച്ചപ്പോഴാണ് മകൻ ഉപ്പയുടെ ഖബറിലേക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യുന്നത്. ആ ഉപ്പയാണ് ആളുകളൊക്കെ നന്മയ്ക്ക് വേണ്ടി തിക്കും തിരക്കും കൂടുമ്പോ എനിക്ക് വേണ്ട, എന്റെ മകൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, എന്റെ മകൻ എനിക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളെ നമ്മൾ എവിടെ ഇട്ടേച്ചു പോകണം? അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാരമൊന്നുണ്ട്, നാളെ നമ്മൾ സ്വർഗത്തിലാകുമ്പോ നമ്മുടെ ആത്മാക്കൾ ഒരുപക്ഷെ സ്വർഗത്തിലായിരിക്കാം. ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു തആല യർഫഉ ദറജത ലിൽ അബ്ദി, ഒരു അടിമയുടെ സ്ഥാനം ഇങ്ങനെ ഉയർത്തി കൊടുക്കാൻ. ഖബറിൽ ഇങ്ങനെ ശിക്ഷ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു അവന്റെ ശിക്ഷകളെ ലഘൂകരിച്ച് സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നത്. ശിക്ഷകൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഞെരുങ്ങുമ്പോഴാ അല്ലാഹു സുഖവും സൗകര്യവും കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഖബറാളി, ആ സ്വർഗാവകാശി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, റബ്ബേ, അല്ലാഹുവേ, അന്നാലി ഹാദാ, ഫ്രം വേർ ഐ ഗോട്ട് ദിസ്, ഇതെങ്ങനെ എനിക്ക് ലഭിച്ചു? ഇന്നലെ വരെ നീ എന്നെ ശിക്ഷിക്കുകയായിരുന്നല്ലോ, ഇന്നലെ വരെ നീ എന്നെ പീഡിപ്പിക്കുകയായിരുന്നല്ലോ, ഇന്നലെ വരെ ഖബറിന്റെ തേളിന്റെയും പാമ്പിന്റെയും വിഷലിപ്തമായ കൊത്തുകളും അതിന്റെ പാമ്പുകളുടെ അതേപോലെ മാലാഖമാരുടെ ഖണ്ഡകളുടെ താണ്ഡവമാടിയിട്ടുള്ള അടികളുമൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന എനിക്ക് ഇന്നെങ്ങനെയാണ് റബ്ബേ ഈ ഒരു മാറ്റം ലഭിച്ചത്? അന്നാലി ഹാദാ, എങ്ങനെയാണ് റബ്ബേ ഇതെനിക്ക് ലഭിച്ചത്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, വെറുതെയല്ല, ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ മകൻ ഭൂമിയിൽ വെച്ച് നിനക്ക് വേണ്ടി തൗബ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ലാ
70,000 രൂപ പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി യാസീൻ ഓതിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ടുണ്ട്, നിന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ഉപ്പാ ഉമ്മ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല നിനക്ക് ഈ സൗകര്യങ്ങൾ നൽകിയത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, വേഗം കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് ഇൻഷാ അല്ലാഹ് കല്യാണം കഴിക്കുമ്പോ സ്കൂൾ വിടുന്ന സമയത്ത് ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് പ്രപ്പോസൽ നടത്തുകയല്ല വേണ്ടത്. ഈ സ്വാലിഹായ മക്കളെ ലഭിക്കണമെങ്കിൽ പെണ്ണ് സ്വാലിഹാകണം. ഉമ്മ